ഒന്നും ഉഷാറായിട്ട് ചിരിക്കടാ. ഇത് പാർട്ടി സ്റ്റോറിന്റെ ഫോട്ടോഷൂട്ടാണ്, അല്ലാതെ ശവപ്പെട്ടിക്കടയുടെ അല്ല. ആ അത്രയും വേണ്ട, കുറച്ച് കുറക്കി. ആ ഇത് കുഴപ്പമില്ല. 5 രൂപയ്ക്ക് അഭിനയിക്കാൻ പറയുമ്പോൾ 500 രൂപയ്ക്ക് അഭിനയിക്കരുത്. ഇതാണ് ഒരു മോഡൽ ആദ്യം പഠിക്കേണ്ട പാഠം. ഗോട്ട് ഇറ്റ്? ആ എന്നാ പോസ് ചെയ്ത്. ഹാ റെഡി? പോരടാ. കഴിഞ്ഞ ഇങ്ങനെ പോരെന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, കൊള്ളാല്ലേ? ഫോട്ടോഷൂട്ട് നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. എനിക്കൊരൊറ്റ നിർബന്ധമേ ഉള്ളൂ, ഫസ്റ്റ് ലുക്കിൽ തന്നെ പാർട്ടി സ്റ്റോർ ആണെന്നുള്ള ക്യാച്ച് ചെയ്യണം. അല്ലാണ്ട് ഒരുമാതിരി കൂതറ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളുടെ പരസ്യം പോലെ ആവരുത്. മനസ്സിലായില്ലേ? അങ്ങനെയല്ല, ചില ഈ കാറ്ററിംഗ് കമ്പനികളുടെയൊക്കെ സ്റ്റിൽസ് ഇല്ലേ, അതൊക്കെ പോലെ. നിങ്ങളുടെ പാർട്ടി സ്റ്റോറില്ലേ, പാർട്ടി നടത്തുന്ന ക്ലയൻസ് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയെ അപ്രൂവ് ചെയ്യില്ലേ? അല്ല, അത് ഒഴിവാക്കി സ്വയം പാർട്ടി നടത്താനല്ല ആൾക്കാർ പാർട്ടി സ്റ്റോറിലേക്ക് വരുന്നത്. എനിക്കിട്ട് പണിയാനായിട്ട് എൻ്റെ ഓഫീസിൽ എൻ്റെ മോനെ വെച്ചിട്ട് നിങ്ങൾ ഫോട്ടോഷൂട്ട് ചെയ്യണം. അങ്ങനെയല്ല സർ. പിന്നെ എങ്ങനെയല്ലെന്ന്? കുട്ടിക്കുറങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കാന്ന് കേട്ടിട്ടുള്ളൂ ഞാൻ. നിന്നല്ല കൂട്ടാ സാർ, അങ്ങനെയല്ല. ഇതിനല്ലേ അക്കീം പറഞ്ഞതിപ്പോ. നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോകേണ്ട പരിപാടിയാണ്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് നടക്കൂല കൂട്ടാ. സാർ, എൻ്റെ പാർട്ടി സ്റ്റോറിലേക്ക് വരുന്ന സ്പെൻഡ് ചെയ്ത് പാർട്ടി നടത്താൻ താല്പര്യമുള്ള കസ്റ്റമറിനെ ഞാൻ ഇങ്ങോട്ട് വിടുന്നു. അതുപോലെ ഇവിടേക്ക് വരുന്ന ഒരു കസ്റ്റമറിന് ഇവന്റ് നടത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ പാർട്ടി ഐറ്റംസ് വാങ്ങാനായിട്ട് സാറിൻ്റെ പാർട്ടി സ്റ്റോറിലേക്ക് വിടും. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഗിവ് ആൻഡ് ടേക്ക്. അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ അല്ല, പക്ഷെ ഓൾറെഡി പാർട്ടി പ്ലാൻ ചെയ്തവരല്ലേ പാർട്ടി സ്റ്റോറിലേക്ക് വരുന്നത്. അപ്പൊ എങ്ങനെ? അങ്ങനെയുള്ള ഒരുത്തിനെ ഞാൻ എൻ്റെ പാർട്ടി സ്റ്റോറിലേക്ക് അടുപ്പിക്കില്ല. പോരെ പോരെ. അല്ലളിയാ, നീ ഒന്ന് ഫോട്ടോ എടുക്കാൻ നോക്കും. ഒരു വേണ്ടാത്ത സംശയങ്ങളും. ചിരിച്ചോ?